ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. ആദ്യം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾ മതി. അല്ലെങ്കിൽ സാധാ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോളം മുൾത്താനി മിട്ടി. ഇതാണ് കേട്ടോ മുൾത്താനി മിട്ടി. ഈ മുൾത്താനി മിട്ടി എന്ന് പറയുന്ന സാധനം എല്ലാ ആയുർവേദിക് ഷോപ്പുകളിലും അതുപോലെ തന്നെ പിന്നെ ഈ മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ മുൾത്താനി മിട്ടീൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു കിടിലൻ സാധനം തന്നെയാണ് മുൾത്താനി മിട്ടി. ഇതിലേക്ക് നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് അല്ലെങ്കിൽ തൈര്, ഞാൻ പാലിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് തൈരിനാണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുക. പക്ഷേ തൈര് പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഥവാ ഇത് കുറച്ച് ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മുൾത്താനി മിട്ടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ ഒരു കറ ഉണ്ടല്ലോ, ആ ഒരു കറ നമ്മളെ മുഖത്തുണ്ടാവും. അതേ സ്ഥാനത്ത് നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുക്കുന്നതാണെങ്കിൽ ആ ഒരു കറ നമുക്ക് വരില്ല. അപ്പോൾ ഈ മുൾത്താനി മിട്ടി, കസ്തൂരി മഞ്ഞൾ, റോസ് വാട്ടർ, അതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഗ്ലിസറിൻ, ഈ പറയുന്ന ഈ ഒരു 5 സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ വാങ്ങി വെച്ചാൽ സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഈ ഗ്ലിസറിനെല്ലാം വെറുതെ നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വരെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ അതൊന്നും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളും അല്ല. ഓൺലൈനിലെല്ലാം ഇപ്പം വളരെ ചീപ്പ് റേറ്റിന് ബൾക്കായിട്ട് തന്നെ നിങ്ങൾക്കത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. എക്സ്പയറി ഡേറ്റ് കുറച്ച് കൂടുതലുള്ളത് വാങ്ങി വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബ്യൂട്ടി ടിപ്സ് ഇടുന്ന പല ഫേസ് പാക്കുകളിലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ റോസ് വാട്ടർ, ഗ്ലിസറിൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളടുത്ത് അത് വീട്ടിൽ വാങ്ങി വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ചിട്ട് അത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാന്നാണെങ്കിൽ, അതായത് നമ്മളൊരു 10 ഫേസ് പാക്ക് ഇട്ടാൽ ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോ ഫേസ് പാക്ക് ആയിരിക്കും സൂട്ടാകുന്നുണ്ടാകുക. അതുകൊണ്ടാണ് ചില ഫേസ് പാക്ക് ചിലർക്ക് റിസൾട്ട് കിട്ടുന്നതും ചിലർക്ക് റിസൾട്ട് കിട്ടാത്തതും. അത് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ്. പല സ്കിൻ ടൈപ്പുകളുണ്ടല്ലോ. ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, നോർമൽ സ്കിന്നുണ്ട്, സെൻസിറ്റീവ് സ്കിന്നുണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് സൂട്ടാകുക അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാവരും 5 പൈസ, അതായത് 5 പൈസ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വലിയ വില കൊടുത്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടും വലിയ വില കൊടുത്തിട്ട് 2000-3000 ക്രീം വാങ്ങി തേച്ചിട്ടും റിസൾട്ട് ഇല്ലാത്തതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിൽ കിട്ടുന്ന ഈ ഒരു ചേരുവകൾ ഉപയോഗിച്ച് മഞ്ഞൾ, അതുപോലെ തന്നെ കടലമാവ്, അരിപ്പൊടി, ഇങ്ങനെയുള്ള ഒരുപാട് ഫേസ് പാക്കുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഫേസിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. അതിന് സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് സൂട്ടാവുന്നത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ട് തേക്കുന്ന ക്രീമിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നല്ല ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ നിങ്ങൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കുക. ഇനി സമയമുള്ളവരാണെങ്കിൽ ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ തന്നെ മുഖത്ത് വെക്കുക. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ഇനി സമയമില്ലാത്തവർക്ക് വീക്കിലി ഒരു 2-3 പ്രാവശ്യം വെച്ചിട്ടും ചെയ്താൽ അടിപൊളി മുഖം നല്ല ക്ലീൻ ആവാനും ക്ലിയർ ആവാനും നല്ലൊരു ഗ്ലോ വരാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ 2 മിനിറ്റ് മസാജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കണം. വെറുതെ വാരി തേച്ച് മുഖത്ത് വെച്ച് കഴുകി കളയരുത്. അപ്പോൾ ഇത് ഒരു അറ്റ്ലീസ്റ്റ് 25 മിനിറ്റ് വെക്കുക. അല്ലെ സമയമുള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സാധാരണ പൈപ്പ് വാട്ടറിൽ ഇത് കഴുകി കളഞ്ഞാൽ മതി. ആ കഴുകുന്ന സമയത്ത് തന്നെ ഈ മുൾത്താനി മിട്ടീൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അടിപൊളി റിസൾട്ടായിരിക്കും. ഈ മുൾത്താനി മിട്ടി തേച്ചിട്ട് നമ്മൾ മുഖം കഴുകിയാലുണ്ടല്ലോ ആ ഒരു സമയത്ത്, ആ കഴുകുന്ന സമയത്ത് ഭയങ്കര ഗ്ലോ മുഖത്ത് വരും. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വീട്ടിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങളൊന്ന് മുഖം കഴുകി നോക്ക്. ഭയങ്കര ഒരു ഗ്ലോ നിങ്ങളെ മുഖത്തേക്ക് വരും. പെട്ടെന്ന് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ ഫേഷ്യൽ ചെയ്യാനൊന്നും സമയമില്ലാത്തവർക്ക്
ചെയ്യുന്നവർക്ക് ഇതൊരു ഫേഷ്യൽ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഫേസ് പാക്കും അതുപോലെ തന്നെ ക്ലെൻസിങ് സ്ക്രബിങ് എല്ലാം ഉള്ള ഒരു ഫേഷ്യൽ സ്റ്റെപ്പായിട്ട് ഈ ഒരു ഫേസ് പാക്കും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല. കിഡിലൻ റിസൾട്ടാണ്. ഇതിൻ്റെ മേലെ ഒന്ന് നിങ്ങൾ ഒരു പൗഡറെല്ലാം ഇടുക എന്നാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാർട്ടികളിൽ പങ്കെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ വന്നിരിക്കുന്ന ഗ്ലോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.